ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ദിവസങ്ങളൊക്കെ ഇങ്ങനെ ചാടിക്കൊണ്ട് പോവുകയാണ്. ഇന്ന് അച്ഛനൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്. നമ്മളുടെ 11-ാം തീയതി ലൂർദ് മാതാവിൻ്റെ തിരുനാളാണല്ലോ. അപ്പോൾ 10-ാം തീയതി പറഞ്ഞിരുന്ന ഒരു സമ്പൂർണ്ണ ജപമാല ചൊല്ലി അമ്മയോട് ചേർത്ത് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതങ്ങളിൽ അമ്മ ഇടപെടും എന്ന് പറഞ്ഞായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വിളിച്ചിട്ട് പറയായിരുന്നു, അതായത് അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി ഭർത്താവായിട്ട് ഭയങ്കരമായ കലഹമാണ്. അത് കാര്യം എന്താണെന്ന് ആർക്കും അറിയില്ല. അത് ഡിവോഴ്സിലേക്ക് പോകുന്നത് പോലെ അത്രയും അച്ഛൻ. ഞാൻ ശരിക്കും മനസ്സ് മടന്ന്, എനിക്ക് 3 കുട്ടികളുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ ശരിക്കും ആകെ കണ്ണീരോട് കൂടിയിട്ട് അച്ഛൻ അത് പറഞ്ഞപ്പോൾ ഞാൻ ഹൃദയത്തിൽ അത് സ്വീകരിച്ച്, ഞാൻ 4 നല്ല എത്രയോ ജപമാല ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഞാൻ ധാരാളം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. എൻ്റെ ഈശോ, എനിക്കറിയില്ല, ആ 11-ാം തീയതി വൈകിട്ടൊക്കെ വരുമ്പോഴേക്കും എൻ്റെ ഭർത്താവിനെ കുറേ നാളുകളായിട്ട് ഫോൺ ചെയ്തിട്ടില്ല. എന്നെ ഫോൺ ചെയ്തു. 12-ാം തീയതി അദ്ദേഹം വന്നു, കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. പ്രിയ സഹോദരങ്ങളെ, ആ സഹോദരി പങ്കുവയ്ക്കുമ്പോൾ ആനന്ദം എത്രമാത്രമായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അതാണ് ലൂക്കായുടെ സുവിശേഷത്തിലെ 1-ാമത്തെ അധ്യായം 49-ാമത്തെ തിരുവചനം. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അതായത് ഹൃദയത്തിൽ ആ സ്നേഹം കൊണ്ട് പറയാൻ പറ്റണില്ല. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:49. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവ് വലിയ കാര്യങ്ങൾ, വൻ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഈശോയെ നമ്മൾ മുറുകെ പിടിക്കണം. ആ ഈശോയിലേക്ക് എത്താൻ സഹായിക്കുന്ന വലിയ ഒരു സാന്നിധ്യമാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം. അമ്മയോട് ചേർന്ന് കൂട്ടുപിടിച്ച് ഒരു സമ്പൂർണ്ണ ജപമാലയൊക്കെ ചൊല്ലി, പ്രത്യേകിച്ച് നോമ്പിൻ്റെ ദിവസങ്ങളിൽ അതിശക്തമായി നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു പടി കൂടി മുന്നേറാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.